വസല്ലം സഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്ന് സ്നേഹാന്വേഷണം നടത്തുമ്പോ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോകുമ്പോ പുണ്യ റസൂലിന്റെ പതിവ് 3 തവണ സലാം ചൊല്ലും. വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നോക്കും. 3 തവണ സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിൽക്കൂല. ആ വീട്ടുകാർക്ക് തൽക്കാലം തുറക്കാൻ സന്നദ്ധതയില്ല എന്ന് മനസ്സിലാക്കും. അതാണ് എന്റെ മെസ്സേജ്. മര്യാദയിൽ തിരിച്ചുപോയി. പിന്നെ അവിടെ നിന്നിട്ട് ശല്യം ചെയ്യില്ല. 3 തവണ ചൊല്ല. അപ്പൊ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പിന്നാലെ വന്നിട്ട് ചോദിച്ചു, എന്തേ തിരിച്ചു പോണു യാ റസൂലല്ലാഹ്? സഅദേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 3 തവണ സലാം ചൊല്ലില്ല. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ തവണയും സലാം ചൊല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സലാം കേൾക്കുകയാണ്. കൂടുതൽ സലാം ചൊല്ലട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വാതിൽ തുറക്കാതിരുന്നതാണ് അള്ളാഹുവിന്റെ റസൂലേ എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കൂ, വീട്ടിലേക്ക് വന്നിട്ട് സലാം ചൊല്ലുമ്പോ ഓരോ സലാമും പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു. ഉടൻ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, സഅദിനും കുടുംബത്തിനും ബർക്കത്ത് ഇറക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പോകാൻ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ ഏർപ്പാടാക്കി കൊടുത്തു. ഇതിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു പോകൂ അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരപ്പുറത്ത് അള്ളാന്റെ റസൂല് കയറുമ്പോ അവിടുന്ന് സഅദിനോട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ കയറൂ. സഅദ് മടിച്ചു നിന്നു. അള്ളാന്റെ റസൂലിന്റെ കൂടെ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരിക്കലും സഅദിനെ ഇഷ്ടമായില്ല. ബഹുമാനം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ താനാരാണ് എന്ന സ്വയം വിചാരം കൊണ്ട് സഅദ് മടിച്ചു നിന്ന് നടക്കാൻ തുടങ്ങി. റസൂലുള്ള കുതിരപ്പുറത്തും കുതിരയുടെ കൂടെ സഅദ് എന്ന ആതിഥേയൻ നടക്കുമ്പോ റസൂല് കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം. എന്റെ കൂടെ നടക്കരുത്. നിങ്ങൾ നടക്കുമ്പോ ഞാൻ വാഹനപ്പുറമേറില്ലെന്ന് സ്വന്തം അനുയായിയുടെ മുമ്പിൽ പോലും പുലർത്തിയ മര്യാദയുടെ മഹത്വമേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉമ്മൈമൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് നബിയുടെ വീട്ടിൽ സേവനങ്ങൾ ചെയ്തിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് വീട്ടിൽ സഹായിയായി വന്നിരുന്ന ഉമ്മൈമനെ വേലക്കാരിയാക്കിയില്ല, കുടുംബക്കാരിയാക്കി സ്വന്തം കുടുംബത്തോട് ചേർത്തു. ഉമ്മൈമനെ എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിരുന്നത് യാ ഉമ്മ, എന്റെ ഉമ്മ എന്നാണ്. ഉമ്മൈമൻ എന്ന വാക്കിനെ ഉമ്മാന്നാക്കി മാറ്റി. വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വന്നൊരു സാധു സ്ത്രീയാണ്, കുടുംബക്കാരിയാക്കി. അവിടുന്നും കടന്നുപോയി സ്വർഗീയ നാരിയാക്കി സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അവരെ അനുഗ്രഹിച്ചതായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ പോകുമ്പവരെ പുണ്യ റസൂലിന്റെ ഒരു തോളത്ത് ഹസനാണ് റളിയല്ലാഹു അൻഹു, മറ്റേ തോളിൽ ഉസാമയാണ്. നബിയുടെ സേവകനായ സെയ്ദിന്റെ മകനായ ഉസാമ, ഫാത്തിമയുടെ മകനായ പേരക്കുട്ടി ഒരു തോളിൽ ഹസൻ, മറ്റേ തോളിൽ കിടന്ന് കളിക്കുന്നത് ഉസാമ. ഉസാമ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ സെയ്ദ്. സെയ്ദ് പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട സേവകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സെയ്ദിന്റെ മകനായ ഉസാമയെ തോളത്ത്. ഉസാമ പിന്നെ വലിയ ആളായി, ചെറുപ്പക്കാരനായി വന്ന കാലത്ത് സഹാബികള്, വലിയ വലിയ മഹാന്മാരായ ഉന്നതരായ സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ശുപാർശ ചെയ്യാൻ വേണ്ടി പറയാൻ ഏൽപ്പിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരനെയാണ്. അടുപ്പം കൊണ്ട്, ഉസാമ, നീ റസൂലിനോട് പറയുമോ
അത്ര വലിയ അടുപ്പമായി സെയ്ദിന്റെ മകനായ സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമക്ക് പരിശുദ്ധ റസൂലിനോടും ഉസാമയോട് പരിശുദ്ധ റസൂലിനുമുള്ള സ്നേഹം പരിഗണിച്ചുകൊണ്ട് സഹാബത്ത് ഉസാമയെ വിളിച്ചിരുന്നത് ഹുബ്ബുർ റസൂൽ എന്നാണ്. ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹം എന്ന് പേരിട്ട് സഹാബികൾ ഉസാമക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ ഹുബ്ബുർ റസൂൽ എന്ന് പേരിട്ടു. അന്ന് തന്നെ ഇതിന് മാതൃകയുണ്ട്. ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. മുഹിബ്ബുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് വിളിക്കുന്നതിന് പകരം പ്രവാചക സ്നേഹം ഹുബ്ബുർ റസൂൽ എന്ന് പേരിട്ടു ഉസാമക്ക് സഹാബികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായ ജീവിതം, ലളിതമായ പെരുമാറ്റം, തുറന്ന മനസ്സ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോ മഅ്മർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മഅ്മർ അലദൈക മുസൽ, നിന്റെ കയ്യിൽ കത്രിക ഉണ്ടോ മുടി വെട്ടാൻ? അള്ളാഹുവിന്റെ റസൂൽ എന്റെ അടുക്കലുണ്ട്. എന്നാ സെമ്മില്ല, അള്ളാഹിന്റെ പേര് വിളിച്ച് വഹലുഖ് റഅസി, എന്റെ തലമുടി വെട്ട്. അദ്ദേഹം ഒന്ന് മുടി വെട്ടുമ്പോ അള്ളാഹിന്റെ റസൂൽ ചോദിച്ചൊരു വാക്കുണ്ട്, അഫറഅയ്ത റസൂലല്ലാഹി അഅതാക റഅസഹു ബൈന യദൈക വൽ മുസാഫി യദൈക, നിന്റെ കയ്യിൽ കത്രി ഉണ്ടായിരിക്കെ അള്ളാഹിന്റെ റസൂൽ നിനക്ക് തല തന്നത് നീ കണ്ടോ എന്ന് ഒരു ഫലിത രൂപേണ ചോദിക്കുകയാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ സല്ലല്ലാഹു, അത് അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തപ്പെട്ടത്. അത് തന്നെയാണ് തൗഹീദിലേക്കുള്ള വഴി, അത് തന്നെയാണ് ആഖിറത്തിലേക്കുള്ള വഴി, അത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി, അത് തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ച വിധിവിലക്കുകൾ സ്വീകരിച്ച് ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ കാലത്തിന്റെ ഈ അവസാനത്തിൽ ജനിച്ചു. നമ്മൾ മുഹമ്മദ് നബിയുടെ അനുയായികളാകാൻ അള്ളാഹു നമ്മളെ ഇപ്പൊ തന്നെ ജനിപ്പിച്ചു. ആദിമധ്യാന്തങ്ങളുടെ ലോകനായകനാണ്. എല്ലാ അംബിയാ മുർസലീങ്ങളോടും അള്ളാഹു ആവശ്യപ്പെട്ടതാണ് ഈ നബിയെ പിൻപറ്റണമെന്ന്, ഈ നബിയെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ നോക്കുമ്പോ ആദമിന്റെ മുമ്പും ഈ നബിയാണ്. അതാണ് ഇന്നത്തെ വിഷയം. ആദിമകാലത്തിന്റെ നബിയാണ്, മധ്യകാലഘട്ടം എന്ന നബിയുടെ കാലത്തിന്റെയും നബിയാണ്, നമ്മുടെ കാലത്തിന്റെയും നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യകാലത്തിന്റെയും നായകനാണ്. ആരും പ്രസംഗിക്കാൻ അനുവാദമില്ലാത്ത മഹ്ശറയിലെ ഏക പ്രഭാഷകനാണ്, ഏക ലോക വാഗ്മിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തിന് അധികാരമുള്ള ശുപാർശകനുമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ ചെരുപ്പ് അവിടെ വെച്ചിട്ട് നഗ്നപാദനായിട്ടാണ് നടന്നു പോകാറുണ്ടായിരുന്നത്. വിനയത്തിന്റെ വിനയമേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നുകൊണ്ട് ശകാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു, മൗനമായിട്ട് എല്ലാ ചീത്തയും കേട്ടു. പിന്നെ അബൂബക്കർ തിരിച്ചു പറഞ്ഞു. അല്ലാതെ അയാൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി വിഷമിച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പിന്നെ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പോയത് നിങ്ങൾ മിണ്ടാതെ അയാളുടെ ശകാരം കേട്ടപ്പോ സിദ്ദീഖ്, നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോ മലക്ക് പോയി, ശൈത്താൻ അവിടെ വന്നു. ശൈത്താനുള്ള സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ അബൂബക്കർ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാളുള്ള ഇടത്തുനിന്ന് രണ്ടാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയരുത് എന്ന് പഠിപ്പിച്ചു. ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ പോയിട്ട് അവരെ സമ്മതമില്ലാതെ ഇടയ്ക്ക് തിരികെ കയറ്റിയിട്ട് സീറ്റ് ഉണ്ടാക്കിയിട്ട് ഇരിക്കരുത് എന്നും പുണ്യ റസൂൽ പഠിപ്പിച്ചു. ആരോ ഒരു സംസാരം നടത്തുകയാണ്, അവരെന്തോ സംസാരിക്കുകയാണ്, അതിലില്ലാത്തൊരാൾ ചെന്നിട്ട് അനുമതി ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ പോയിട്ട് അവരടിയിൽ ഇരിക്കരുത്. മുഴുവൻ മാനേഴ്സാണ്. ഈ പരിശുദ്ധ നബി ലോക ഗുരുവാണ്.
ഒരു മര്യാദ നബി പഠിപ്പിക്കാത്തത് ലോകത്തിന് കിട്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അവിടുന്ന് വന്നതാ. യൂറോപ്യന്മാരാണ് ലോകത്ത് മാനേഴ്സിന് വളരെ പ്രസിദ്ധരായിട്ടുള്ളത്. മേ ഐ കമിൻ സർ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ സർ, ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതില്ലെന്ന് അവരെടുത്തതാണ്. റസൂലുള്ളാന്റെ അനുയായികളായി കൊണ്ട് നടക്കേണ്ടവർ അതൊക്കെ വെടിഞ്ഞു. അവര് ചിലര് മറ്റു ചില ഹീറോകളെ തേടിപ്പോയി. പക്ഷെ യൂറോപ്യന്മാരത് പഠിച്ച് മനസ്സിലാക്കി. മേ ഐ സിറ്റ് സർ, ഞാൻ ഇരുന്നോട്ടെ. പെർമിഷൻ ചോദിക്കാതെ പ്രവേശിക്കരുത്, ഇരിക്കരുത്. ഇന്റർവ്യൂവിന് പോലും ലോകത്തുനിന്നൊരു നിയമമാണ്. അനുമതി ഇല്ലാതെ ഇരുന്നാൽ ഇന്റർവ്യൂവിൽ നെഗറ്റീവ് മാർക്കാണ്. മാർക്കുണ്ട്, മാർക്ക് നെഗറ്റീവ് ആണെന്ന് മാത്രം കുറക്കും. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഇത്തരം നന്മകൾ മുഴുവൻ ഉണർത്തി. തുഹബ്ബേ നബിയിലേക്ക് തൈബാക്കു ചല്ല, നീ നബിയുടെ സ്നേഹവുമായിട്ട് മദീനയിലേക്ക് പോ. തുഹബ്ബേ നബിയിലേക്ക് തൈബാക്കു ചല്ല. കാശുണ്ടായ മദീനത്താർക്കും പോവാം. പക്ഷെ അവിടെ ചെന്നിട്ട് യഥാർത്ഥത്തിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാളായിട്ട്, ഒരു അനുയായിയായിട്ട് അവിടുത്തെ കാൽക്കൽ നിന്നിട്ട് മടങ്ങുന്ന ഒരാളുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. തുഹബ്ബേ നബിയിലേക്ക് തൈബാ കോ ചൽ, അഗർ തുജ്കോ സാദേ സഫർ ചാഹിയേ. യാത്രയിൽ കൊണ്ടുപോകേണ്ട വല്ല പാഥേയവും നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സ്നേഹത്തെ പാഥേയമാക്കിയിട്ട് പോ. കലീം അബ് കിസി ശേ കെ ഹാജത്ത് നഹി, മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. മദീനെ കി ജാനിബ് സഫർ ചാഹിയേ, മദീനയിലേക്കുള്ള യാത്രയിൽ പ്രവാചക സ്നേഹം മാത്രം മതി. മദീനെ കെ ജാനിബ് സഫർ ചാഹിയേ, മദീനെ കെ ജാനിബ് സഫർ ചാഹിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. जब रंग पर है बहारे मदीना, अजब रंग पर है बहारे मदीना. मदीना 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 के सब जन्नती है निसारे मदीना. रगे गुल की जब ताजगी देखता हूँ, मुझे याद आता हूँ खारे मदीना. मलाइक लगाते हैं, मलाइक लगाते हैं आँखों में अपनी, शब रोज आके फजाए मदीना, शब रोज आके फजाए मदीना.